നല്ല നമസ്കാരം. പള്ളി ചട്ടമ്പി ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു ചരിത്രത്തെ വക്രീകരിച്ച സിനിമ എന്ന് പറയാൻ പറ്റും. കാലഘട്ടം 1930 മുതൽ ഇങ്ങ് വിമോചന സമര കാലഘട്ടവും സഖാവ് EMSന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം വരുന്ന കാലഘട്ടം. അവിടെ നിന്നും കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ താഴെ ഇറക്കുന്ന വിമോചന സമരത്തിന്റെ പശ്ചാത്തലമാണ്. ക്രിസ്റ്റഫർ സേനയിലെ അംഗമായിട്ടുള്ള നായകന്റെ ആദ്യത്തെ ഫൈറ്റൽ സിനിമ അങ്ങ് ആരംഭിക്കുകയാണ്. പിന്നെ അങ്ങോട്ട് സിനിമ കുറേ കഴിഞ്ഞിട്ട് ടൊവിനോ തോമസിനെ പോലുള്ള ഒരു വലിയൊരു നടന് സിനിമ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല, ഒറ്റയ്ക്ക് ഷോൾഡർ ചെയ്യാൻ കഴിയുന്നില്ല. ബാബുരാജും അതോടൊപ്പം തന്നെ പൃഥ്വിരാജും ഒക്കെ വന്ന് സിനിമയെ പിന്നെ ഷോൾഡർ ചെയ്യുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത് സിനിമ മൊത്തത്തിൽ. പിന്നെ അതോടൊപ്പം തന്നെ നായികയായിട്ടുള്ള കയാധുവിന്റെ ലിപ്പ് ഒരിക്കലും സിങ്ക് ആകാതെ പോകുന്നുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. അതോടൊപ്പം തന്നെ ഇതിന്റെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് രണ്ടാം പകുതിയിലെ തുടക്കത്തിൽ നിന്നും അപ്രതീക്ഷിതമായി സ്ക്രീനിലെത്തുന്ന ചില വ്യക്തികൾ, രാഷ്ട്രീയപരമായ ചില വ്യക്തികൾ, ഉമ്മൻചാണ്ടി പോലുള്ള വ്യക്തികളൊക്കെ വന്നുപോയി ഒരു ചില സീനുകൾ, കൃഷ്ണപിള്ളയെ പോലുള്ള സഖാവ് P. കൃഷ്ണപിള്ളയെ പോലുള്ള ആൾക്കാരെ ഇതിൽ മറ്റൊരു തരത്തിലാണ് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ KPAC നാടക സമിതിയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന നാടകത്തെ സ്റ്റോറിയെയും അതോടൊപ്പം തന്നെ നായകന്റെ ബാല്യകാലത്തിന്റെ സ്റ്റോറിയെയും ബ്ലെൻഡ് ചെയ്ത രീതി വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവസാനത്തെ ഫൈറ്റിൽ വച്ചിരിക്കുന്ന ആ എഡിറ്റിങ്ങും അതോടൊപ്പം തന്നെ ക്യാമറയും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതോടൊപ്പം തന്നെ ഇതിന്റെ കളർ ഗ്രേഡിംഗ് വളരെ ഗംഭീരമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലൈറ്റിങ്ങും ഇതിന്റെ ഒരു പോസിറ്റീവ് ഘടകങ്ങൾ ഇത് വളരെയധികം ഗംഭീരമായിട്ടുണ്ട്. കോസ്റ്റ്യൂമിങ് വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആർട്ട് വർക്കും വളരെ ഗംഭീരമായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സിനിമയുടെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ പൃഥ്വിയുടെ ഫസ്റ്റ് ഒരു ലുക്ക് എന്ന് പറയുന്നത്, ഫസ്റ്റ് സീൻ എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സാധനം. അതായത് മഹാഭാരതം അതേപോലുള്ള സീരിയലുകളിൽ കാണുന്ന ഭീഷ്മാചാര്യരുടെ ഒരു ലുക്ക് ഫസ്റ്റ് സീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ബോഡി ഷോയാണ് പിന്നെ അങ്ങോട്ട് കാണിക്കുന്നത്. പക്ഷേ ക്ലൈമാക്സിൽ എത്തുമ്പോൾ നായകനേക്കാൾ മറ്റൊരു ആളെ കിട്ടിയപ്പോൾ സിനിമ അത് വെച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം ആണോ ഡിജോ ചെയ്തതെന്ന് പോലും തോന്നുന്ന വിധത്തിൽ കഥയെ അവസാനം ഉപേക്ഷിച്ച് നായകനേക്കാൾ താരമൂല്യമുള്ള ഒരു നായകനെ കിട്ടി അത് വെച്ചുകൊണ്ട് സിനിമ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തിയതിന്റെ ഭാഗമായിട്ട് സിനിമ ഫ്ലോപ്പായി പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അങ്ങോട്ട് സിനിമ മൊത്തത്തിൽ എന്താ സംഭവിച്ചതെന്ന് കണ്ടിങ്ങനെ അന്തം വിട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ജേക്കിന്റെ മ്യൂസിക് എന്ന് പറയുന്നത് ആ കാട്ടുചമ്പകത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ പലയിടത്തും നായകനും നായികയും പരസ്പരം കണ്ടുമുട്ടുന്ന ഇടത്തൊക്കെ എവിടെയൊക്കെ തിരികെ കയറ്റാൻ പറ്റുന്നുണ്ടോ അത് അതിന്റെ സാധനങ്ങൾ ഒരു 4 ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രം തിരികെ കയറ്റി പിന്നെ സീനിനെ ഒരു ഗംഭീരമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ കയറ്റേണ്ടതായിരുന്നു. അതോടൊപ്പം തന്നെ ഫസ്റ്റ് ഫൈറ്റ് സീനിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്തോ ഒരു ക്ലാരിറ്റി ഇല്ലാതെ എന്തോ എനിക്കൊരു ഇംഗ്ലീഷ് മ്യൂസിക് കേൾക്കുന്ന രീതിയിലാണ് എനിക്ക് ആ ഒരു മ്യൂസിക് തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. അതോടൊപ്പം തന്നെ അവസാനത്തെ സീനിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് അവസാനത്തെ ഫൈറ്റ് സീനിൽ എത്തുമ്പോൾ, കാരണം പോലീസുമായിട്ടുള്ള ആ ഒരു ഫൈറ്റ് സീനിലേക്ക് എത്തുന്ന സമയത്ത് ആ ഒരു പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എനിക്ക് വളരെ ഗംഭീരമായിട്ടൊന്നും തോന്നിയില്ല. അത് എന്തോ ഒരു കല്ലുകടി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം വിഷ്വൽസ് ഒക്കെ വളരെ ഗംഭീരമായിരുന്നപ്പോൾ പക്ഷേ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ജേക്ക് അവിടെ പരാജയപ്പെട്ടു എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. പക്ഷേ അതിന്റെ എഡിറ്റിംഗ് വളരെ ഗംഭീരമായിരുന്നു. അതോടൊപ്പം തന്നെ ക്യാമറ വർക്കും വളരെ ഗംഭീരമായിട്ടാണ് എനിക്ക് തോന്നിയത്. സിനിമ മൊത്തത്തിൽ ചരിത്രത്തെ തന്നെ ഒരു വക്രീകരിച്ച രീതിയിലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം വിമോചന സമരത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ കാണിച്ച കൊള്ളരുതായ്മ കൊണ്ട് തന്നെയാണ് ചരിത്രത്തിൽ പിന്നെ വിമോചന സമരം ഉണ്ടാകുന്നതും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് താഴെ പോകുന്നതും. അപ്പോൾ ആ ഒരു സാധനത്തെ പിന്നെ ക്ലൈമാക്സിൽ എത്തുമ്പോൾ ക്രിസ്ത്യാനികളെ എല്ലാവരും പുണ്യവാന്മാരും പുണ്യവാളന്മാരും ഒക്കെ ആക്കി തീർക്കുന്ന രീതിയിലേക്കാണ് മാറുന്നത്. മനുഷ്യനും ചെകുത്താനും തമ്മിലുള്ള യുദ്ധത്തിൽ ദൈവത്തിന് എന്ത് കാര്യമെന്ന് പറയുന്ന ആ ഒരു സാധനത്തിൽ നിന്നും കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അവിടെ സത്യം എന്താണെന്നുള്ളത് അവിടെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ കഥയിൽ എത്തുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് പുണ്യം നേരെ സ്വർഗത്തിലേക്ക് അവരെ എടുത്തുയർത്തുന്ന രീതിയിലാണ് അവിടെ കഥ അവസാനിപ്പിക്കുന്ന രീതിയിൽ വന്നു ചേരുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു വിമോചന സമരം നടത്തിയത് എന്നതിനെ കുറിച്ചൊക്കെ ഒരു ക്ലാരിറ്റി ഇതിൽ നൽകേണ്ടതായിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സിലെ ഒരു പൊരുത്തക്കേട്, നമുക്ക് സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ ഇത് എന്താ സംഭവിച്ചത് എന്ന് ഒരു നിരാശയാണ് എനിക്ക് സിനിമ കണ്ട് പുറത്തേക്ക് വരുമ്പോൾ തോന്നിയത്. സിനിമ മൊത്തത്തിൽ നോക്കുമ്പോൾ മേക്കിംഗ് കൊണ്ടും ബാക്കിയുള്ള ആക്ടിങ് കൊണ്ടും ഒക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ, അതായത് പിന്നെ മനോരമയിലുള്ള ഒരു ചിരി ഇരുചിരി അതിലുള്ള ആർട്ടിസ്റ്റുകൾ,
C5 പിന്നെ ജൂനിയർ ഡ്രാമ ജൂനിയേഴ്സിലെ അതിലെ കുറേ ആർട്ടിസ്റ്റുകൾ അവരൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരുപാട് റീൽസിലെ കുറേ ആർട്ടിസ്റ്റുകളൊക്കെ വന്ന് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന്റെ തിരക്കഥയ്ക്കുള്ള ഒരു പ്രശ്നമാണ്, കഥയിലുള്ള ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് ഇതിന്റെ ഒരു ഈ സിനിമ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കുഴപ്പമാണ്. ഡിജോയ്ക്ക് തന്നെയാണ് ഇതിന്റെ ഫുൾ സിനിമ പരാജയപ്പെടുന്നെങ്കിൽ അതിന്റെ ഫുൾ പിന്നെ നെഗറ്റീവും അദ്ദേഹത്തിൽ തന്നെയാണ് വന്നു ചേരുന്നത്. ഒരിക്കലും ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളോ അല്ലെങ്കിൽ ഇതിന്റെ മേക്കിംഗ് കൊണ്ടോ അല്ല, ഇതിന്റെ തിരക്കഥയിൽ വന്ന പാളിച്ച തന്നെയാണ് ഈ സിനിമയുടെ പരാജയത്തിന് പ്രധാനമായ കാരണമായിട്ട് എനിക്ക് വിലയിരുത്താൻ തോന്നുന്നത്. ഓക്കെ, നിങ്ങൾ ഈ സിനിമ ഒരുപക്ഷെ ഒരു നല്ല ആക്ഷൻ സീക്വൻസും വയലൻസും ഒക്കെ ഉണ്ടെങ്കിൽ പോലും പക്ഷേ ഈ സിനിമ ചരിത്രത്തോട് നീതി പുലർത്തിയില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.